ഹലോ, നമ്മൾ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം ഈ സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് പോലെയുള്ള കാര്യങ്ങൾ, ഷാംപൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഡേഞ്ചറാണ്. അതിൽ പി എച്ചും അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല സർഫക്റ്റൻറ്റും ഭയങ്കര ഹാർഷാണ്. അപ്പോൾ പൊതുവേ നമ്മൾക്ക് അറിയില്ല, പലർക്കും അറിയുമോ എന്നുള്ളത്. അതായത് പതയുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ഈ പത വരുത്തുന്നതാണ് മോർ ഡേഞ്ചർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാറില്ല. അപ്പോൾ ഒരു നല്ലൊരു ഹെർബൽ ഫോമിങ് ഫേസ് വാഷ്, സ്ക്രബ് എല്ലാമായിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു നല്ല ഫേസ് വാഷ് പൗഡർ, ഹെർബൽ പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അറ്റ് ദ സെയിം ടൈം മൈൽഡായിട്ടുള്ള ഒരു സർഫക്റ്റൻറ്റും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ബോഡി സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഫേസിൽ ഇപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവർ, അതുപോലെ തന്നെ മൗക്കുര ഉള്ളവർ, ഇങ്ങനെയുള്ള എല്ലാവർക്കും എന്നാൽ കംപ്ലീറ്റ് ഓയിൽ വാഷ് ചെയ്ത് കളയില്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സെബം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബോഡി അല്ലെങ്കിൽ ഫേസ് സ്ക്രബ് കം ക്ലെൻസിങ് പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു ഫോമുലയാണിത്. ഞാൻ പൊതുവെ ആൾക്കാർക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് അവർക്ക് വേണമെന്ന് പറയുമ്പോൾ ഒരു 4, 5, 6 പാക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ യുക്തി അനുസരിച്ച് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെർബ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സാധനം, ഒരു സർഫക്റ്റൻ്റ്, അതായത് ഒരു ക്ലെൻസിങ് പവറുള്ള ഒരു സാധനം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് പൗഡറുകൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് സോപ്പ് നട്ട് പൗഡർ, അതുപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡർ, ഇത് രണ്ടും ക്ലെൻസ് ചെയ്യുക. അതുപോലെ പപ്പായ, അത് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ നീം പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. നീം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ മുഖക്കുരു അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഇൻഫെക്ഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഈ ചൂടുകുരൊക്കെ വരുന്നവർക്കൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇനി അത് സോഫ്റ്റൻ ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു സോഫ്റ്റനിങ് ഫീലിംഗ് വരാനായിട്ട് ഞാൻ യോഗേർട്ട് പൗഡർ, അതുപോലെ കോൺഫ്ലോർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് പത വരാനും അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പോൾ ഓയിൽ ക്ലെൻസൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഓയിൽ ഉപയോഗിച്ചിട്ട് ഫേസിൽ മേക്കപ്പൊക്കെ ക്ലെൻസ് ചെയ്ത് കളയുന്നവരുണ്ടാവും. അവർക്കൊക്കെ ആയിട്ട് ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചത് SCI പൗഡർ. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ചെളിയൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വിയർത്തൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ കളയാനായിട്ട് SCI പൗഡർ. അതുപോലെ ഒരു ചെറിയ വൈറ്റനിങ് എഫക്റ്റൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ മഞ്ചിഷ്ട പൗഡർ. ഇത്രയും കാര്യങ്ങളുടെ ഒരു മിക്സാണ് ഇത്. ഇനി നമ്മൾ പിന്നെ ചെറിയൊരു എസെൻഷ്യൽ ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എസെൻഷ്യൽ ഓയിലും ഇതുപോലെ തന്നെ ഒരു ക്ലെൻസിങ് പവർ ഉള്ളതാണ്. പിന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഓയിലിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് കോക്കനട്ട് ഓയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അല്ലാണ്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒരിക്കലും പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഇങ്ങനെ ഡസ്റ്റിംഗ് ബോട്ടിലിൽ വേണം കൊടുക്കാനായിട്ട്. അല്ലാതെ ഒരിക്കലും നമ്മൾ അല്ലാതെയുള്ള കണ്ടെയ്നറിൽ കൊടുക്കില്ല. ഒരു ചെറിയ ഡ്രോപ്പ് വെള്ളം വീണാൽ മതി, ആ സാധനം കേടായിപ്പോൾ. അതുപോലെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ട രീതിയും, അതായത് നമ്മൾ കുൾമുറിയിൽ വെക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അധികം മോയ്സ്ചർ ഇല്ലാത്ത സ്ഥലത്തൊക്കെ വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇനി നമ്മൾ സർഫക്റ്റൻറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നാച്ചുറൽ ആയിട്ടുള്ള സർഫക്റ്റൻറ്റ്, പ്ലാന്റ് ഡിറൈവ്ഡ് ആയിട്ടുള്ള സർഫക്റ്റൻസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിൽ സൾഫേറ്റ് ഫ്രീ ആയിരിക്കണം. സൾഫേറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും ഡേഞ്ചർ. സോഡിയം ലൊറൈൽ സൾഫേറ്റ്, അതിനെ SLS എന്ന് പറയും. ചിലർ പറയും SLES ഫ്രീ, സോഡിയം ലൊറേറ്റ് സൾഫേറ്റ്. ഇത് രണ്ടും ഈ സൾഫേറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾക്കിപ്പോൾ ഭയങ്കര തിക്കായിട്ട് ഓയിലൊക്കെ പിടിച്ചിരിക്കുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ഡേർട്ട് പിടിച്ച ഡ്രസ്സുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ പൊതുവേ ഇത് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും ഡേർട്ടൊന്നും നമുക്കില്ല. നമ്മളിപ്പോൾ വെയർക്കാണെങ്കിൽ തന്നെ ആയാലും ഒരു ചെറിയ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ബോഡി ആൻഡ് ഫേസ് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ SCI പൗഡറാണ് ഞാൻ, സോഡിയം കൊക്കോ എസറ്റനേറ്റ്, വളരെ മൈൽഡാണ്. നമ്മൾക്ക് ഈവൻ വാഷ് ചെയ്ത് കളഞ്ഞാലും ഡ്രൈനസ് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അത് വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫോമിങ് എഫക്റ്റും അതുപോലെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതിൽ ഹെർബൽ പൗഡറാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാട്ടർ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ബോഡിയിലായാലും ഫേസിലായാലും നമുക്ക് മറ്റേ സാധാരണ നമ്മൾ ഹെർബൽ പൗഡർ മാത്രം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു സ്പ്രെഡിങ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡിയിലായാലും വളരെ ചെറിയ പെർസെൻറ്റേജ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് സ്കിൻ റിമൂവലും അതുപോലെ ക്ലെൻസിങ്ങും അതുപോലെ തന്നെ നമുക്കൊരു വൈറ്റനിങ് ഇഫക്റ്റും ഒക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. പാക്കായിട്ട് ഇടാൻ പറ്റില്ല, വാഷ് ചെയ്ത് അപ്പോൾ തന്നെ കളയണം. കാരണം സോഡിയം കൊക്കോ എസറ്റനേറ്റിൻ്റെ ഇതുള്ളത് കൊണ്ട്. ഇനി അതിൻ്റെ pH എന്ന് പറയുന്നത് 5 തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല. പിന്നെ നോൺ അയോണിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ സോപ്പ് നട്ട് പൗഡർ അല്ലെങ്കിൽ SCI ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പത അതിന് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളും ഒന്ന് പല ഹെർബൽ, ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങൾക്ക്, ഇപ്പോൾ മോക്കുരുവിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് പാക്കുകൾ നിങ്ങൾ ഉപയോഗിച്ച് അതിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും.
അപ്പോൾ അതൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ഫോമുല സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ സോഡിയം കൊക്കോ ആസിറ്റിനേറ്റ് നമ്മൾ കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പല പല കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഗുണങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം. അപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.